നമസ്കാരം, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ പുതിയ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് വണ്ടി ഓടിക്കുമ്പം സാധാരണ ഭയം, അങ്ങനെ പേടി വരാറുണ്ട്. അപ്പോൾ ആ ഫിയറിനെ നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പം ആദ്യമായിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പല പേടികൾ കാണും. ഇപ്പോൾ ആരെങ്കിലും വണ്ടി മുട്ടുവോ, അല്ലെങ്കിൽ പുതിയ വണ്ടിയാണെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെ പല പേടികൾ, പല ഭയങ്ങൾ കാണും. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുവാണെങ്കിൽ, ഇപ്പം വീട്ടിൽ വാഹനമുണ്ട്, കൂടെ ഡ്രൈവിംഗ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് പഠിക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ അവിടെ പോയിട്ട് ഡ്രൈവിംഗ് പഠിക്കണം. അപ്പം ആ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അവരുടെ ആ സൈഡിലും ക്ലച്ചും ബ്രേക്കും കാണും. അവരുടെ സൈഡിലും അത് ഡുവലായിട്ട് ക്ലച്ചും ബ്രേക്കും കാണും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിലും അവർക്ക് വണ്ടി പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ കുറച്ച് അന്നേരം പ്രശ്നങ്ങൾ സംഭവിക്കാം. കാരണം പലപ്പോഴും നമ്മൾ ക്ലച്ച് അമർത്താനോ അല്ലെങ്കിൽ ബ്രേക്ക് അമർത്താനോ വിട്ടു പോകുമ്പോഴും നമ്മുടെ ഡ്രൈവിംഗ് സർ വണ്ടിയെ കൺട്രോൾ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പുതിയ വാഹനം എടുക്കുന്നതിന് മുമ്പേ, ഇപ്പോൾ വീട്ടിൽ വേറെ ഒരു വണ്ടിയുണ്ട്, വേറെ ഒരു വാഹനം ഉണ്ടെങ്കിൽ, അപ്പോൾ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളിനെ വെച്ചിട്ട് വേണം ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രാക്ടീസ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ട്രാഫിക് ഉള്ള സമയത്ത് കുറച്ച് കാലത്തേക്ക് നല്ലപോലൊരു പ്രാക്ടീസ് ആയി കഴിയുന്നിടം വരെ വണ്ടി ട്രാഫിക്കിൽ എടുക്കരുത്. ഇപ്പോൾ ഈ രാവിലത്തെ സമയം, അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് ഏറെ കുറച്ച് ലേറ്റായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ തന്നെ ട്രാഫിക് കുറവുള്ള ആ റോഡുകളിൽ അവിടെയൊക്കെ ഒന്ന് ഓടിച്ച് ഒന്ന് പഠിക്കണം. അപ്പോൾ കൂടെ എപ്പോഴും ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഇപ്പം ഒരു ശകലം പേടിയുള്ളത് നല്ലതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കുവാണ്, ഞാനൊരു എക്സ്പേർട്ട് ഡ്രൈവറാണ്, എനിക്ക് തെറ്റൊന്നും സംഭവിക്കില്ല, അങ്ങനെ ഓടിക്കുവാണെങ്കിൽ ഓവർ കോൺഫിഡൻസ് കാരണം ഇപ്പം വണ്ടി ഓടിക്കുന്ന എനിക്ക് തന്നെ അല്ലെങ്കിൽ മുമ്പിൽ പോകുന്ന ആൾക്കും അപകടം സംഭവിക്കുക. അപ്പം ഒരു ശകലം പേടി എപ്പോഴും മൈൻഡിൽ, ആ ഒരു ഭയം ശകലമായിട്ടുള്ളത് നല്ലതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, ഒരു ലൈറ്റ് ഫിയർ ഉള്ളതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചിന്തിക്കും. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് ഒരു ഡ്രൈവറാണ്, അപ്പോൾ പുതിയൊരു വണ്ടി എടുക്കുവാണെങ്കിൽ അതായത് നിങ്ങളുടെ മുമ്പിലൊന്നും ഡ്രൈവിങ് ചെയ്തിട്ടില്ല, അപ്പോൾ ആ പുതിയ വണ്ടി ഡയറക്റ്റ് എടുത്ത് ഓടിക്കുന്നതിന് മുന്നേ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള നിങ്ങളുടെ വീട്ടിലെ ഡ്രൈവിംഗ് അറിയാവുന്ന ബന്ധുവിനെ അല്ലെങ്കിൽ ഫ്രണ്ടിനെ സൈഡിൽ ഇരുത്തിയിട്ട് കുറച്ച് പുതിയ വണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ ട്രാഫിക് കുറവുള്ള റോഡിൽ, അല്ലെങ്കിൽ ട്രാഫിക് അധികമില്ലാത്ത സമയത്ത് ഒക്കെ ഒന്ന് ഓടിച്ച് ഒന്ന് കൈയൊക്കെ ഒന്ന് ഫ്രീ ആവുന്നിടം വരെ ട്രാഫിക് ഉള്ള റൂട്ടിലേക്ക് വണ്ടി എടുക്കരുത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കാതിരിക്കുവാണെങ്കിൽ നമ്മുടെ ആ ഭയം ഒരിക്കലും മാറത്തില്ല. നിങ്ങൾ എത്ര വണ്ടി ഓടിക്കുന്നോ അത്രയും കൂടുതൽ നിങ്ങൾ വണ്ടിയായിട്ട് ഫെമിലിയർ ആവും, അത്രയും കൂടുതൽ തന്നെ നിങ്ങളുടെ വണ്ടി ഓടിക്കാനുള്ള ആ ഒരു ഫിയർ, ആ ഒരു പേടി മാറും. ഒരു കാര്യം പറയട്ടെ, 3 കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇത് സ്റ്റിയറിംഗ്, ഗിയർ, ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഗിയറിൻ്റെയും പ്രശ്നമില്ല, പിന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, ഈ 3 കോമ്പിനേഷൻ മാത്രം കൺട്രോൾ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു സാധനമേ ഉള്ളൂ. ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ വലുപ്പമാണ്, എന്താണെന്നൊക്കെ. പക്ഷെ അത്രയൊന്നും ഇല്ല, ചെറിയൊരു സാധനമാണ്. മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, മനുഷ്യൻ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ എത്രമാത്രം പേടിച്ച് പുറകോട്ട് മാറുന്നോ അത്രയും കാലം നമ്മൾ ക്ലിയർ ആവത്തില്ല. അപ്പോൾ ഫിയർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടി ഇപ്പോൾ പുതിയതായിട്ട് ഓടിക്കുവാണെങ്കിൽ, വണ്ടി ഓടിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മൈൻഡിലൊന്ന് ക്ലിയർ ആയിട്ട് ഇരിക്കണം. അതായത് ഒരു കറക്റ്റായിട്ട് വണ്ടി നിർത്തിയിട്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് ആക്സിലറേറ്ററും ബ്രേക്കും കൂടെ കൺഫ്യൂഷൻ വരുന്നു, മാറിപ്പോകുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വണ്ടി നിർത്തിയിട്ടിട്ട് നല്ല ഒരു രീതിയിൽ അതിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പെട്ടെന്ന് ക്ലച്ച് അമർത്തുക, ക്ലച്ച് അല്ല, ഇപ്പോൾ ഗിയർ മാറ്റി പഠിക്കുക. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടണം, സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടണം, തേർഡിൽ നിന്ന് ഫോർത്തിൽ നിന്ന് സെക്കൻഡ്, അങ്ങനെ ഗിയർ മാറ്റി പെട്ടെന്ന് സ്പീഡിൽ പഠിക്കുക. എന്നിട്ട് തന്നെ നിർത്തിയിട്ട വണ്ടിയിൽ തന്നെ നിങ്ങൾ മൈൻഡിലൊന്ന് പറയുക, എനിക്കിപ്പോൾ ബ്രേക്ക് അമർത്തണം. അപ്പോൾ ഞാൻ ബ്രേക്ക് അമർത്തി. അപ്പോൾ ഞാൻ ബ്രേക്ക് തന്നെയാണോ അമർത്തിയത്? എനിക്ക് ക്ലച്ച് അമർത്തണം, ഞാനിപ്പോൾ ക്ലച്ച് തന്നെയാണോ അമർത്തിയെന്ന്. അപ്പം ഒരു ഇമാജിനറി ആയിട്ട് ഇപ്പോൾ നിങ്ങളൊരു ട്രാഫിക്കിൽ ഓടിക്കുവാണ്, അപ്പോൾ അതുപോലെ ഒന്ന് സങ്കല്പിച്ച് നിർത്തിയിട്ട വണ്ടിയിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക.
ഇപ്പം ഇമാജിൻ ചെയ്യുക, ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് പുതിയ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഒരു ട്രാഫിക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ മുമ്പിലൊരു പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഓട്ടോ കയറി വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ നിർത്തിയിട്ട വണ്ടിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മുമ്പിലൊരു ബ്ലോക്ക് പെട്ടെന്ന് വന്നു, ഞാൻ പെട്ടെന്ന് ബ്രേക്ക് അമർത്തി, ക്ലച്ച് അമർത്തി, വണ്ടിയുടെ ഗിയർ മാറ്റി. അപ്പോൾ അങ്ങനത്തെ ഒരു സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് നിങ്ങൾ സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് നിർത്തിയിട്ട വണ്ടിയിൽ നിങ്ങൾ ആ ഒരു ചെയിൻ ഓഫ് ഈവൻറ്റ്സ് നിങ്ങൾ സങ്കല്പിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം റിയലായിട്ടും റോഡിൽ ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ മിക്കവാറും വരും. അപ്പം നിങ്ങൾക്ക് അതിനെ പെട്ടെന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾ ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയ ഡ്രൈവേഴ്സ് ആണെങ്കിൽ ആ ഒരു റൂട്ടിൽ മുമ്പിൽ പോയിട്ടുണ്ടെങ്കിലാണ് നല്ലത്. കാരണം ഇപ്പോൾ നമ്മൾക്കറിയാം അവിടെ നിന്നൊരു യു ടേൺ കാണും. ഇപ്പോൾ പെട്ടെന്നൊരു പുതിയതായിട്ടൊരു പുതിയ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു ഫ്രഷ് ആയിട്ടൊരു ഡ്രൈവറാണ്. അപ്പോൾ നമ്മൾ പോയ വഴി ഇപ്പോൾ തെറ്റിപ്പോയി, ലെഫ്റ്റിലേക്കായിരുന്നു പോകേണ്ടത്, നമ്മൾ റൈറ്റിലേക്കാണ് പക്ഷെ പോയത്. അപ്പോൾ വണ്ടി റിവേഴ്സ് എടുത്ത് മാറ്റേണ്ടതൊക്കെ വരും. അപ്പം ഒരു പുതിയൊരു ഡ്രൈവറാണെങ്കിൽ അപ്പോൾ കുറച്ച് നെർവസ് ആവും, കുറച്ച് ബ്ലോക്കൊക്കെ ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും പരിചയമുള്ള റൂട്ടിൽ തന്നെ വേണം നിങ്ങൾ വണ്ടി ഓടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ റൂട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ യു ടേൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ആ കാര്യം അറിയാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ പല സിറ്റുവേഷൻസ് വരും. അതായത് യു ടേൺ എടുക്കേണ്ടി വരും, റിവേഴ്സ് എടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? ഇപ്പം നിങ്ങൾക്ക് റിവേഴ്സ് എടുത്ത് ടേൺ ചെയ്യുന്നതാണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? അല്ലെങ്കിൽ ക്ലച്ചും ബ്രേക്കും അതിൻ്റെ കോർഡിനേഷൻ, ആക്സലറേറ്റർ കൊടുക്കുന്ന അതിൻ്റെ കോർഡിനേഷൻ ആണോ? അതോ യു ടേൺ എടുക്കുന്നതിൻ്റെ ആണോ? അതോ ലെഫ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആണോ? ഇതിൽ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അതിനെ നിങ്ങൾ ഏറെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം വണ്ടി നിങ്ങൾ ട്രാഫിക്ക് നിർത്തിയിട്ടിട്ട് വണ്ടി റോൾ ബാക്ക് ആവുകയാണോ? അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഒരു സ്ലോപ്പിൽ, നിങ്ങൾ ട്രാഫിക് ഇല്ലാത്ത ഒരു സ്ലോപ്പിൽ ഈ പറഞ്ഞ പോലെ രാവിലെയോ രാത്രിയിലോ ട്രാഫിക് ഇല്ലാത്ത സമയത്ത് വണ്ടി സ്ലോ ചെയ്യുക, നിർത്തുക, എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക വണ്ടി റോൾ ബാക്ക് ആവാതെ മുന്നോട്ടെടുക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണോ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് പേടിയുള്ള ഏതൊക്കെ പോയിന്റ്സ് ആണോ അതിനെ നിങ്ങൾ ഏറെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ വണ്ടി കറക്റ്റായിട്ട് ഓടിക്കാനായിട്ട് ഒരു മെത്തേഡോ അങ്ങനെ ഒരു ട്രിക്കൊന്നുമില്ല. കുറച്ച് ടെക്നീക്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടാക്കിയ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിന് ടെക്നിക്കുണ്ട്, അതുപോലെ ക്ലച്ചും ബ്രേക്കിൻ്റെ ഹാഫ് ക്ലച്ചിന് അങ്ങനെ ടെക്നീക്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ വണ്ടി ഓടിക്കണം. അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഈ ടെക്നിക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങാതെ തന്നെ എപ്പോഴും ഇരിക്കുവാണെങ്കിൽ ഒരിക്കലും ആ ഭയം മാറില്ല. വണ്ടി എടുക്കുക, റോഡിൽ പോകുക, അതാണ് മെയിനായിട്ടുള്ള ടാർഗറ്റ്. പിന്നെ ചില ആൾക്കാർക്ക് പേടിയാണ്, ഇപ്പം ഞാൻ ഫസ്റ്റ് നിന്ന് ആക്സലറേറ്റർ അമർത്തുമ്പോഴത്തേക്ക് വണ്ടി അങ്ങ് സ്പീഡിൽ കുതിച്ച് പായുമെന്ന്. ഒരിക്കലുമില്ല. ഫസ്റ്റ് നിന്ന് വണ്ടി ഒരിക്കലും അങ്ങനെ കുതിച്ച് ചാടത്തില്ല, റോക്കറ്റൊന്നുമല്ല. അപ്പോൾ ഓരോ ഗിയറിനും ഓരോ സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വണ്ടിക്കകത്തിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഫീൽ ആകും ഇത് വളരെ സ്പേഷ്യസ് ആണോ, കാരണം വണ്ടി ആ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മൈൻഡിൽ വെക്കേണ്ട, വണ്ടിക്കാകെപ്പാടെ ഇത്രയും വീതിയേ ഉള്ളൂ, ഇത്രയും നീളവേ ഉള്ളൂ, അപ്പോൾ ഇത്ര കാര്യമേ ഉള്ളൂ, മനുഷ്യനുണ്ടാക്കിയതാണ്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ അധികം വറീഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പം പുതിയതായിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മളൊരു L സിമ്പിൾ ഫ്രണ്ടിലും ബാക്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കണം. കാരണം മറ്റുള്ള ഡ്രൈവേഴ്സ് അപ്പോൾ അലർട്ടായിട്ടിരിക്കും. പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ച ഒരാളാണ് ഓടിക്കുന്നത്, അപ്പോൾ അവർ അധികം കുറച്ച് സേഫ് ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കും. അപ്പോൾ L സിമ്പിൾ ഉള്ളത് നല്ലതാണ് പുതിയതായിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പോൾ വണ്ടി നമ്മൾ ഓടിക്കാൻ പഠിക്കുവാണ്. ഇപ്പോൾ പുതിയതായിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുവാണെങ്കിൽ എപ്പോഴും ഒരു അറിയാവുന്ന ഒരാളിനെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഇരുത്തണം. അത് നിങ്ങളുടെ ഇപ്പോൾ ഡ്രൈവിംഗ് സാർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ സൈഡിലിരിക്കുവാണെങ്കിൽ ഇരുന്നിട്ട്, അപ്പം നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുവാണെങ്കിൽ അവർ നമ്മളെ നമ്മൾ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ കുറച്ച് പ്രാക്ടീസ് ആവുന്നിടം വരെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാരോടാണ് ഞാനിത് പറയാൻ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ ഒരാൾ വണ്ടി ഓടിക്കുവാണ്, അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു L സിമ്പലോ വല്ല നമ്മൾ കണ്ടു, അപ്പം നമ്മൾ കൂടുതലായിട്ട് ഹോൺ അടിച്ച് അയാളെ പ്രഷറൈസ് ചെയ്യരുത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളിനെ എപ്പോഴും ഒരു കൺസിഡറേഷൻ വേണം. എപ്പോഴും നമ്മൾ ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുവാണെങ്കിൽ, പുതിയതായിട്ടൊരു ഡ്രൈവർ ആണെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് നെർവസ് ആവും. അപ്പോൾ ലെഫ്റ്റിന് പകരം ചിലപ്പോൾ അയാൾ നെർവസ് ആയിട്ട് റൈറ്റ് തിരിക്കും, റൈറ്റിന് പകരം ലെഫ്റ്റ് തിരിക്കും. അപ്പം നമ്മൾ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ എപ്പോഴും അതൊരു കൺസിഡറേഷൻ മനസ്സിൽ വെക്കണം. കാരണം ആരും ഡ്രൈവിംഗ് പഠിച്ചിട്ടല്ല ജനിച്ചത്, എല്ലാവരും ഡ്രൈവിംഗ് പിന്നെയാണ് പഠിച്ചത്. അപ്പം മുമ്പിലൊരു L വണ്ടി കാണുവാണെങ്കിൽ നമ്മൾ അയാളെ ഒരിക്കലും ഹോൺ ചെയ്ത്
ഹരാസ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് രാത്രിയിലാണെങ്കിൽ അങ്ങനെ ഒരു ട്രബിൾ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും നെർവസ് ആവരുത്. നിങ്ങൾ നെർവസ് ആവുകയാണെങ്കിൽ, അതായത് വെപ്രാളം പിടിക്കുകയാണെങ്കിലാണ് കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്നത്. നിങ്ങളുടെ കൈ വിറയ്ക്കുക, കൈയും കാലും വിറയ്ക്കുക, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആദ്യം പഠിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നിങ്ങൾ സ്ലോയിൽ ഓടിച്ച് പോകുക. ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഹോണോ വല്ലതും അടിക്കുവാണെങ്കിൽ സൈഡ് കൊടുക്കുക. അവർക്ക് ധൃതി കാണും, അവർ കയറി പോകുന്നത് പൊക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റിൽ കൂടെ തന്നെ പയ്യെ ഓടിച്ച് പഠിക്കുക. ഇപ്പോൾ ബാക്കിൽ കൂടെ ഒരാൾ ഹോൺ ഒക്കെ അടിക്കുവാണെങ്കിൽ സൈഡ് കൊടുക്കുക. നിങ്ങൾ നെർവസ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ നെർവസ് ആവുകയാണെങ്കിൽ നിങ്ങൾ തെറ്റ് കാണിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് നെർവസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ട് തെറ്റുകൾ ഏറെ കാണിക്കാനുള്ള ചാൻസാണ്. അപ്പോൾ എപ്പോഴും കൂൾ മൈൻഡ് വെക്കുക. മുമ്പിലോട്ട് ആയിരിക്കണം നിങ്ങളുടെ വിഷൻ. നിങ്ങൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യണം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്. യു ടേണിലേക്കാണോ പോകേണ്ടത്, ലെഫ്റ്റിലേക്കാണോ പോകേണ്ടത്, റൈറ്റിലേക്കാണോ പോകേണ്ടത്. ആ ഒരു കറക്റ്റ് ലൈൻ പിടിച്ച് നിങ്ങൾ പോകുക. തെറ്റെന്തായാലും സംഭവിക്കും. പുതിയതായിട്ട് ഡ്രൈവിംഗ് ഓടിക്കുമ്പം ചെറിയായിട്ട് അവിടെ ഇവിടെയും തട്ടാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. എല്ലാവർക്കും തട്ടാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഭയപ്പെട്ട് പിന്നോട്ട് മാറരുത്. എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫുൾ അറ്റൻഷൻ വണ്ടി ഓടിക്കുന്നതിൽ തന്നെ ആയിരിക്കണം. അല്ലാതെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അല്ലെങ്കിൽ മൊബൈൽ നോക്കുക അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതിപ്പോൾ പുതിയ ഡ്രൈവറായാലും പഴയ ഡ്രൈവറായാലും കറക്റ്റായിട്ട് ലൈൻ പിടിച്ച് നിങ്ങൾ ഓടിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങൾ ഓർത്താൽ മതി. പ്രാക്ടീസ്, നിങ്ങൾ ഏറെ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ വേറെ ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. നിങ്ങൾ വണ്ടി റോഡിൽ ഇറക്കാതിരിക്കുന്നിടത്തോളം കാലം ആ ഭയം മാറില്ല. എല്ലാവരും ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുക, ആരും ഡ്രൈവിംഗ് പഠിച്ചിട്ടല്ല വന്നത്, എല്ലാവരും പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല? നിങ്ങൾക്കും പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഓടിക്കാൻ പഠിക്കാൻ പറ്റും. എല്ലാവർക്കും ആ ഒരു ഭയം കാണും. നിങ്ങളപ്പോൾ ആ ഭയത്തിനെ ഓവർകം ചെയ്യുക. ഓവർകം ചെയ്യാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഓൾട്ടർനേറ്റീവ്സും ഇല്ല. പ്രാക്ടീസ് ചെയ്യുക. ട്രാഫിക് ഇല്ലാത്ത റോഡിൽ, ട്രാഫിക് ഇല്ലാത്ത സമയത്ത് വണ്ടി അറിയാവുന്ന ഒരാളിനെ കൂടെ, അല്ലെങ്കിൽ ട്രാഫിക് ഉള്ളിടത്ത് ലൈറ്റായിട്ട് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. പല സിറ്റുവേഷനിൽ പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരിക്കലും പേടിച്ച് ഡ്രൈവിംഗ് നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. ഡ്രൈവിങ്ങിന് മാത്രമല്ല, ജീവിതത്തിൽ ഒരു കാര്യത്തിലും പേടി നല്ലതല്ല. വേണ്ട കാര്യത്തിന് കുറച്ച് പേടിയുള്ളത് നല്ലതാണ്. പക്ഷേ അമിതമായ പേടി നെർവസ്നെസ് കൂട്ടും. നെർവസ്നെസ് നിങ്ങളെ കൊണ്ട് മിസ്റ്റേക്സ് ചെയ്യിപ്പിക്കും. അപ്പം ഓൾവേസ് പ്രാക്ടീസിനല്ലാതെ വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. അപ്പോൾ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ പറ്റും, നിങ്ങൾക്കും പറ്റും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിച്ച് പിന്മാറേണ്ട ആവശ്യമില്ല. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ റെക്ടിഫൈ ചെയ്തിട്ടാണ് ഒരാൾ നല്ലൊരു ഡ്രൈവർ ആകുന്നത്. ഇപ്പം തെറ്റ് സംഭവിക്കാത്ത ഒരാളും ഒരിക്കലും ഒരു നല്ല ഡ്രൈവർ ആകാൻ പറ്റില്ല. ഇപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു, ലെഫ്റ്റിന് വരെ റൈറ്റ് എടുത്തു, ഇൻഡിക്കേറ്റർ ഇട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ആ മൈൻഡിൽ അത് ക്ലിയർ ആയിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഏറെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രൈവിങ്ങിൻ്റെ ഫിയറിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ച് സ്ലോയിൽ തന്നെ ഓടിക്കുക. സ്ലോയിൽ ഓടിക്കുമ്പോഴാണ് നമ്മൾക്ക് വണ്ടി ഏറെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്. സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ അധികം ക്ലച്ച്, ബ്രേക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ട വരില്ല. ഇപ്പം നിങ്ങൾ സ്ലോയിലാണെങ്കിലാണ് ഏറെ ക്ലച്ചിൻ്റെ കോർഡിനേഷൻ, ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്, അതൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ സ്ലോയിൽ തന്നെ ഓടിച്ച് ആദ്യം പഠിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഡ്രൈവിംഗ് പഠിക്കേണ്ട ഒരാളിന് ശകലം പേടി മാറി ഒരു മോട്ടിവേഷൻ ആയിട്ട് ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് വേണ്ടി നന്ദി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് വേണ്ടി നന്ദി. ഇനിയൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.